കോൺഗ്രസിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ മീഡിയ വിഭാഗം വളരെ നാളുകളായി കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന് മാത്രമല്ല, കേരളത്തിനും തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാറിനെതിരെയുള്ള BD പരാമർശം. വലിയ ചർച്ചയായി മാറി. ഇവിടെ മാത്രമല്ല, ദേശീയ തലത്തിലും. അന്ന് VT ബൽറാമിനാണ് ചുമതല. VT ബൽറാമാണ് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ തലവൻ. നേരത്തെ അത് സരിനായിരുന്നു, ഡോക്ടർ P സരിനായിരുന്നു. ഡോക്ടർ P സരിൻ രാജിവെച്ച ഒഴിവിലാണ് പിന്നീട് VT ബൽറാം ഡിജിറ്റൽ വിഭാഗത്തിന്റെ തലവനാകുന്നത്. നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ എനിക്ക് ഈ പണി പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു VT ബൽറാം. പക്ഷേ കോൺഗ്രസ് അത് കാര്യമായി എടുത്തില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഡിജിറ്റൽ വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ഷാഫി പറമ്പിലിന്റെയും പൂർണ്ണമായ നിയന്ത്രണത്തിലായി. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പറയുന്നത് മാത്രമേ ഡിജിറ്റൽ മീഡിയയിലൂടെ പുറത്തു വരൂ എന്ന അവസ്ഥ വന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ വന്ന ഘട്ടത്തിൽ VD സതീശന് നേരെ, പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്, അദ്ദേഹത്തിനെതിരെ ഔദ്യോഗിക ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഉയർന്നു വന്നു. അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട്, അദ്ദേഹത്തിനെതിരെ വരുന്ന വാർത്തകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഇരകൾക്ക് എതിരെ വളരെ മോശം ഭാഷയിൽ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ അങ്ങനെ അഴിഞ്ഞാടുകയായിരുന്നു. ഏത് സോഷ്യൽ മീഡിയയാണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തമല്ല, ഷാഫി പറമ്പിൽ ഏൽപ്പിക്കുന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയ വിഭാഗമല്ല, KPCCയുടെ ഔദ്യോഗിക ഡിജിറ്റൽ മീഡിയ വിഭാഗമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഇത്രയും രൂക്ഷമായ സൈബർ ആക്രമണം നടത്തിയത്. അപ്പോൾ തന്നെ VD സതീശൻ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു, KPCCക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. ആ സമയത്താണ് VT ബൽറാമിനെ മാറ്റും എന്ന വാർത്ത വന്നത്. താൻ ആ ചുമതല വഹിക്കുന്നില്ല, ഒഴിയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് AICCക്ക് കത്ത് നൽകി VT ബൽറാം എന്ന വാർത്ത വന്നത്. ഇതേക്കുറിച്ച് KPCC പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞത് ഇപ്പോൾ തീരുമാനിച്ചതല്ല, നേരത്തെ തീരുമാനിച്ചതാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. പിന്നെ തുടരുകയാണ് ചെയ്തത്. KPCCയുടെ നിർബന്ധപ്രകാരം അദ്ദേഹം വീണ്ടും ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. KPCC ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴാണ് മീഡിയ സെല്ലിനെ, ഡിജിറ്റൽ മീഡിയ സെല്ലിനെ അതുപോലെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പേര് പോലും മാറ്റാൻ തീരുമാനിച്ചു. ഡിജിറ്റൽ മീഡിയ സെല്ലിന് പകരം സോഷ്യൽ മീഡിയ സെൽ എന്നാക്കി മാറ്റി. കോൺഗ്രസ് MP ആയ ഹൈബി ഈഡന് ചുമതല നൽകുകയും ചെയ്തു. ഹൈബി ഈഡൻ ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മീഡിയ ഉടച്ചു വാർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നല്ല പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കും, ശക്തമായ വാർ റൂം സജ്ജമാക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതലയുള്ള ഹൈബി ഈഡൻ. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിന് സോഷ്യൽ മീഡിയ വിഭാഗമാണ് ഉള്ളത്. കേരളത്തിൽ മാത്രമാണ് ഡിജിറ്റൽ മീഡിയ വിഭാഗമുള്ളത്. അതിനെയാണ് മാറ്റി സോഷ്യൽ മീഡിയ വിഭാഗം എന്ന് ആക്കി മാറ്റിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു സാങ്കേതിക പ്രശ്നങ്ങളാണ്. എന്നാൽ രാഷ്ട്രീയമായി ഇതിൽ വലിയ ചില പ്രശ്നങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആരാണ് സോഷ്യൽ മീഡിയ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത്? എന്തൊക്കെ കണ്ടന്റുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടേണ്ടത്? അത് ആരാണ് പരിശോധിക്കുന്നത്? ഇങ്ങനെയൊന്നും കോൺഗ്രസിനില്ല. ആർക്കും തോന്നിയ പോലെ കണ്ടന്റുകൾ പടച്ചുവിടാൻ കഴിയുന്ന സംവിധാനമായി കോൺഗ്രസിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ വിഭാഗം മാറിയിട്ടുണ്ട്. അതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇരയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവിന് മാത്രമല്ല, പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ എന്ന് വെച്ചാൽ ഷാഫി പറമ്പിലിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒക്കെ നിലപാടെടുക്കുന്ന, അല്ലെങ്കിൽ പരസ്യമായും രഹസ്യമായും ചില കാര്യങ്ങൾ പറയുന്ന, കോൺഗ്രസിന്റെ ഔദ്യോഗിക യോഗങ്ങളിൽ വിമർശനങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ ഇത്തരം വളരെ മോശമായ ഭാഷയിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണം, സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല നേതാക്കൾക്കും കോൺഗ്രസിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയയുടെ ചൂട് അറിയേണ്ടി വന്നിട്ടുണ്ട്. അവർ അത് പരസ്യമായും രഹസ്യമായും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് സോഷ്യൽ മീഡിയ തന്നെ ഉടച്ചു വാർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. KPCC AICC ആണ് അതിന് തീരുമാനമെടുത്തിരിക്കുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുൻകൈയെടുത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഹൈബി ഈഡന് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഹൈബി ഈഡൻ വിചാരിച്ചാൽ കോൺഗ്രസിലെ സൈബർ ഇടങ്ങളിലുള്ള ഗ്രൂപ്പ് അടികൾ, തർക്കങ്ങൾ, ഔദ്യോഗിക സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയർത്തുന്നത്
കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ ഒരു ടീം നിരന്തരം സോഷ്യൽ മീഡിയയെ നിരീക്ഷിക്കും എന്നുകൂടി പറഞ്ഞിരിക്കുന്നത്. ആ ടീം ആരൊക്കെയാണ് എന്നതാണ് ഇനി അറിയാനുള്ളത്. ഇതുവരെ ആ ടീമിനെ രൂപീകരിച്ചിട്ടില്ല. ദീപാദാസ് മുൻഷി ആയിരിക്കും ആരൊക്കെയാണ് ആ സംഘത്തിലുള്ളത് എന്ന് തീരുമാനിക്കുക. ഏതായാലും സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് ഒരുപാട് പുറകോട്ട് പോയി എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ സൈബർ വിഭാഗത്തെ, സോഷ്യൽ മീഡിയ വിഭാഗത്തെ ഇങ്ങനെ മാറ്റുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി തന്നെയാണ്. പക്ഷേ കോൺഗ്രസിനെ സഹായിക്കാൻ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഒന്നടങ്കം ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. അതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല. കോൺഗ്രസിലെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ കോൺഗ്രസിനെ സഹായിക്കാൻ ഘടകകക്ഷികളെ പോലെ മാധ്യമങ്ങളുണ്ട്. ആ ആശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴുള്ളത്.